सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम्। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओम्। श्रीगुरुभ्यो नमः। हरिः ओम्। ॐ नमः परमऋषिभ्यो नमः परमऋषिभ्यो नमः परमऋषिभ्यः। अथ शुक्लयजुर्वेदीय काण्वशाः बृहदारण्यक उपनिषत्. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടരാം. യാജ്ഞവൽക്യ മഹർഷിയുടെ ചെറിയൊരു ലഘുചരിത്രം നമ്മൾ ആദ്യം കണ്ടിരുന്നു. അദ്ദേഹത്തിന് യജ്ഞവൽക്യ മഹർഷിയുടെ പുത്രനായി ഭഗവാൻ നാരായണൻ്റെ അനുഗ്രഹത്തിനാൽ ജനിച്ചു യാജ്ഞവൽക്യൻ എന്ന നാമം. അദ്ദേഹത്തിൻ്റെ ഗുരു പരമ്പരകൾ നമ്മൾ കണ്ടു. വൈശമ്പായന മഹർഷി, അതുപോലെ സാക്ഷാൽ സൂര്യദേവത ഇത്യാദികളിൽ നിന്നും അദ്ദേഹത്തിന് ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ വേദ ദർശനമുണ്ടായത് നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ തുടർച്ചയായി ശാഖകൾ, ശുക്ല യജുർവേദ ശാഖ അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരയിലൂടെ തുടരുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടത് ശാന്തിപാഠം അല്ലെ, ശുക്ല യജുർവേദത്തിൻ്റെ ശാന്തിപാഠം പൂർണ്ണമതഃ എന്നുള്ള ശാന്തിപാഠം. ആദി ദൈവിക ആധ്യാത്മിക ആദി ഭൗതിക താപങ്ങൾ മാറ്റുവാനായി എല്ലാ വേദങ്ങളിലും ശാന്തിപാഠം നമ്മൾ മംഗള വാചി ശബ്ദമായ ഓങ്കാരത്തോടു കൂടി ആരംഭിക്കുന്നതായി കണ്ടു. എന്തിനു വേണ്ടിയാണ് ശാന്തിപാഠമെന്നും നമ്മളവിടെ കണ്ടിരുന്നു. ഇത് സമ്പ്രദായ രീതിയാണ്. ഏതൊരു മംഗളകാര്യം തുടങ്ങുമ്പോഴും അത് മംഗളമായ തുടക്കമുണ്ടാകണം, മംഗളമായ സ്ഥിതി അതിനുണ്ടാകണം. അതായത് തുടർച്ച, എനിക്ക് തുടർച്ചയായി പഠിക്കുവാനുള്ള അനുഗ്രഹമുണ്ടാകണം, അത് പൂർത്തീകരിക്കുവാനുള്ള അനുഗ്രഹമുണ്ടാകണം. അതിനുവേണ്ടി ശാന്തിപാഠം നമ്മൾ കണ്ടു.
ഇത് അപവാദ ശാന്തിപാഠമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. വേദത്തിൽ 4 വേദമായിക്കോട്ടെ, പുരാണ ഇതിഹാസങ്ങളൊക്കെ ആയിക്കോട്ടെ, 2 തരം ശാന്തിപാഠമാണ്. ഒന്ന് അധ്യാരോപ ശാന്തിപാഠം, മറ്റൊന്ന് അപവാദ ശാന്തിപാഠം. നിങ്ങൾ വെറുതെ കേട്ടിരുന്നാൽ മതി. മാനസികമായി യാജ്ഞവൽക്യ മഹർഷിയുടെ മഹാഗുരുകുലത്തിൽ ശിഷ്യരായി അദ്ദേഹത്തിൻ്റെ വാണികളാണ് നമ്മൾ ശ്രവിക്കുന്നത്. ഞാൻ എന്നത് വെറും ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു ഉപകരണം, ഒരു നിമിത്തം മാത്രമാണ്. മഹാഗുരുവാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ആ ഭാവത്തോടു കൂടി വേണം റിവിഷൻ ആണെങ്കിൽ പോലും കേൾക്കുവാൻ. അങ്ങനെ അപവാദ ശാന്തിപാഠം നമ്മൾ കണ്ടു. കാരണം എല്ലാത്തിനെയും നിഷേധിക്കുകയാണ് ഇവിടെ. പൂർണ്ണം മാത്രം അവശിഷ്യതേ. പൂർണ്ണം എന്ന് വെച്ചാൽ പരമാത്മാ, ബ്രഹ്മൻ, അത് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നേതി. അത് അങ്ങനെ നമ്മൾ പൂർണ്ണമതഃ എന്നുള്ള ശാന്തിപാഠം കണ്ടു. അതിനുശേഷം നമ്മൾ കണ്ടത് ഉപനിഷത്ത് എന്ന ശബ്ദത്തിൻ്റെ അർത്ഥമാണ്. ഉപനിഷത് 3 പദങ്ങൾ ചേർന്ന് ഉപനിഷത്ത് എന്ന വാക്യം ഉണ്ടാകുന്നു. എന്താണ് ഉപനിഷത്ത്? ആരാണ് ഉപനിഷത്ത് പഠിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഉപനിഷത്ത് പഠിക്കുന്നത്? ആ പഠിക്കുന്നതിലൂടെ പഠിക്കുന്ന സാധകന് എന്ത് ഫലമാണ് ലഭിക്കുന്നത്? അങ്ങനെ നമ്മൾ ഉപനിഷത്ത് എന്ന ശബ്ദാർത്ഥം കണ്ടിരുന്നു. അതിനുശേഷം നമ്മൾ പഠിച്ചത് ബൃഹത്ത് എന്ന വാക്കിൻ്റെ അർത്ഥമാണ്. ബൃഹദാരണ്യ ഉപനിഷത്ത് പഠിക്കുന്നത് കൊണ്ട് ഉപനിഷത്ത് എന്ന ശബ്ദം, ബൃഹത്ത് എന്ന ശബ്ദം, ആരണ്യകം എന്ന ശബ്ദം അല്ലേ? അപ്പം ബൃഹത്ത് എന്തെന്ന് നമ്മൾ കണ്ടിരുന്നു. ആരണ്യം എന്ന ശബ്ദത്തിൻ്റെ അർത്ഥവും നമ്മൾ കണ്ടിരുന്നു അല്ലേ? ആ അരണ്യത്തിലിരുന്ന് പഠിക്കുന്നത് കൊണ്ട് അതിന് ആരണ്യകം എന്ന് പറയുന്നു. അതിൻ്റെ ഓരോ നിർവചനങ്ങളും നമ്മളവിടെ ചർച്ച ചെയ്തിരുന്നു അല്ലേ? അതിനുശേഷം നമ്മൾ ബൃഹദാരണ്യ ഉപനിഷത്തിന് ആ മുഴുവൻ സമ്മറിയും തുടക്കത്തിൽ ഒരു ഇൻഡെക്സ് പോലെ, അതായത് ഒരു ഉള്ളടക്കം പോലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. മധുകാണ്ഡം, മുനികാണ്ഡം, ഖിലകാണ്ഡം എന്ന് പറഞ്ഞ് 3 കാണ്ഡങ്ങളായിട്ടാണ് 6 അധ്യായങ്ങളിലൂടെയാണ് ബൃഹദാരണ്യകം നമ്മൾ പഠിക്കുന്നതെന്ന് കണ്ടു. നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് മധുകാണ്ഡമാണ്. അങ്ങനെ മധുകാണ്ഡത്തിൽ 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ 6 ബ്രാഹ്മണങ്ങളായിട്ടാണ് ആ അധ്യായത്തിനെ തരംതിരിച്ചിരിക്കുന്നതെന്ന് കണ്ടു. അതിൽ 6 ബ്രാഹ്മണങ്ങളുടെയും പേര് നമ്മൾ കണ്ടു. ഉപാസനാ പ്രകരണമാണ് 1-ാം അധ്യായത്തിൻ്റെ മുഴുവനായും ചർച്ച ചെയ്യുന്നതെന്ന് കണ്ടു. ഉപാസന എന്നാൽ നമുക്കറിയാം, ഭഗവാനോട് അടുത്തിരിക്കുന്ന ഏത് സന്ദർഭവും ഉപാസനയാണ്. എന്തൊക്കെ സാഹചര്യങ്ങളിലാണോ ഞാൻ ഈശ്വര വിചാരം നടത്തുന്നത്, തത്വവിചാരം നടത്തുന്നത്, അതെല്ലാം ആ സന്ദർഭങ്ങളൊക്കെ ഉപാസനയാണ്. അത് ധ്യാനമായിക്കോട്ടെ, ജപമായിക്കോട്ടെ, മറ്റേത് സാധനയായിക്കോട്ടെ, ഞാൻ ഭഗവാനോട് അല്ലെ ശാസ്ത്രത്തിനോട് അടുത്തിരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉപാസനകളാണെന്ന് നമ്മൾ കണ്ടു. അങ്ങനെ ഉപാസനാ പ്രകരണത്തിൽ 1-ാമത്തെ ബ്രാഹ്മണം അശ്വബ്രാഹ്മണം നമ്മൾ വളരെ ചുരുക്കി കണ്ടു. അശ്വത്തിനെ ആലംബനമാക്കി, ആ മനസ്സിലാ ചിന്ത വരണേ, അശ്വത്തിനെ ആലംബനമാക്കി വെച്ചുകൊണ്ട് ആ അശ്വത്തിൻ്റെ, കുതിരയുടെ ഓരോ അംഗങ്ങളും യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു വന്നു. അത് ഓരോന്ന് കാണുമ്പോൾ ജഗത്തിനെ ഓർക്കണം, സൂര്യനെ ഓർക്കണം, വായുവിനെ ഓർക്കണം, അന്തരീക്ഷം ഓർക്കണം. ഓരോ ഇന്ദ്രിയങ്ങളും അല്ലെങ്കിൽ ഓരോ അവയവങ്ങൾ കാണുമ്പോൾ ദിക്കുകളെ പലതും പറഞ്ഞു തന്നു. പരമാത്മാ സൃഷ്ടിയിലെ പ്രകൃതിയിലുള്ള ഓരോന്നിനെയും കാണണം. അതൊക്കെ ഈശ്വരൻ്റെ സൃഷ്ടിയായി ഉപാസിക്ക വേണമെന്ന് പറഞ്ഞു. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം അശ്വത്തിൻ്റെ എന്താ പറയുക, ഉദരം, വയറ് കാണുമ്പോൾ ഒരു ഉദാഹരണം പെട്ടെന്ന് ഓർമ്മ വരും. ഒരുപാടുണ്ട്. അതിൽ നമ്മൾ എത്രയായിരുന്നു, 26 ആലംബനമാണ് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തന്നത്. അതിൽ ഒരെണ്ണം മാത്രം നമുക്കൊന്ന് പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടി ചർച്ച ചെയ്യാം. അശ്വത്തിൻ്റെ വയറ് കാണുമ്പോൾ എന്താണ്, അന്തരീക്ഷം ഓർക്കണം എന്ന്. അതായത് ഒരു അശ്വം നടന്നു പോവുകയാണ്, അല്ല അശ്വത്തിനെ കാണുകയാണ്. അപ്പോഴെന്താണ്, അതിൻ്റെ വയറ് കാണുമ്പോൾ ഇത് അന്തരീക്ഷമാണ്, പരമാത്മാവ് അന്തരീക്ഷം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു.
അല്ലേ? അശ്വത്തിൻ്റെ പാർശ്വം കാണും ദിശകളാണ്. ഈ ദിശ മുഴുവൻ, ദിക്ക് മുഴുവൻ അമ്പരമായി പരമാത്മാവ് വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ അവയവങ്ങളെയും പ്രകൃതിയുമായി കണക്ട് ചെയ്ത് തരികയായിരുന്നു യാജ്ഞവൽക്യ മഹർഷി. അറ്റ്ലീസ്റ്റ് എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ഒരു കുതിരയിലെങ്കിലും, ഇപ്പം ഇവിടെ കുതിര എന്നത് ദൃഷ്ടാന്തമാണ്, അല്ലെങ്കിൽ ആലംബനമാണ്, ഒരു വെഷ്ടിയായ ഉപാസന പറഞ്ഞു തന്നതാണ്. അങ്ങനെ നമ്മൾ സാധനയിലൂടെ ചിത്തശുദ്ധി ആർജിച്ച് വളർന്ന് 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 എല്ലാറ്റിലും ഈശ്വരനെ കാണുവാനുള്ള ആ കാരക ദൃഷ്ടി പ്രാപ്തി, അല്ലേ? നമ്മൾ പഠിച്ചിരുന്നു ആ വാക്ക്, ഓർമ്മയില്ലെങ്കിൽ ഒന്ന് മനനം ചെയ്യുക. ആ കാരക ദൃഷ്ടി ഉണ്ടാകാൻ വേണ്ടിയായിട്ടാണ് ഉപാസന യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തന്നത്. അതിനുശേഷം നമ്മൾ അശ്വബ്രാഹ്മണം കഴിഞ്ഞു. അശ്വബ്രാഹ്മണത്തിന് ശേഷം അടുത്ത ദ്വിതീയ ബ്രാഹ്മണം അഗ്നിബ്രാഹ്മണം. അഗ്നിയെ, അതായത് അശ്വമേധ യാഗത്തിൽ അഗ്നിയെ ആലംബനമാക്കിയുള്ള ഉപാസന പറഞ്ഞു തന്നു. അവിടെയും ഈ 6 ബ്രാഹ്മണങ്ങളും നമ്മൾ അതിൻ്റെ സമ്മറി മാത്രമാണ് കണ്ടത്. ഓരോ മന്ത്രവും അതിൻ്റെ വ്യാഖ്യാനവും കണ്ടില്ല. അതിന് കാരണം നമ്മൾ അവിടെ ചർച്ച ചെയ്തിരുന്നു. 6 ബ്രാഹ്മണങ്ങളിലും യാജ്ഞവൽക്യ മഹർഷി നിർദ്ദേശിക്കുന്ന ഉപാസനകൾ ഈ കാലഘട്ടത്തിൽ ഒരു സാധകരാലും ചെയ്യാൻ സാധിക്കുന്നതല്ല. അശ്വബ്രാഹ്മണത്തിൽ നമ്മൾ എന്താ പറയുക, അശ്വമേധ യാഗം, ആ യാഗം കാണാൻ പോയിട്ട് അതിൻ്റെ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് കേൾക്കുവാൻ പോലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ആ യാഗം നടത്തുക, ആ യാഗത്തിലൂടെ എങ്ങനെയാണ് ഉപാസന ചെയ്യുക? അതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ത്രേതായുഗത്തിൽ എന്താണോ സാധ്യമായിട്ടുള്ളത്, ഏറ്റവും സുപരിചിതമായിട്ടുള്ളത്, അതാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് യാജ്ഞവൽക്യ മഹർഷി ഉപദേശിച്ച ഉപാസനകൾ. നമ്മളാൽ സാധ്യമല്ലാത്തത് കൊണ്ട് നമ്മൾ വിസ്തരിച്ച് ഓരോ പദാനുപദ വ്യാഖ്യാനവോ അർത്ഥമോ കണ്ടിരുന്നില്ല. അപ്പം അവിടെ ഭാഷ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാം താല്പര്യം എന്താണ്? ഉപാസകൻ ഉപാസനയിലൂടെ ഉപാസ്യ ദേവതയുമായി ഒന്നാകുക. അതായത് നമ്മളാകുന്ന സാധകര് പരമാത്മാവുമായി ഉപാസനയിലൂടെ ഐക്യം പ്രാപിക്കുക, കൂടുതൽ കൂടുതൽ അടുക്കുക, ഈശ്വരനോട് അടുക്കുക. അതിന് അശ്വബ്രാഹ്മണമായിക്കോട്ടെ, ഇനി വരുന്ന ഏതും ആയിക്കോട്ടെ, അല്ലെ നമ്മൾ തുടരുന്ന ഏത് സാധനയും ആലംബനമായി എടുക്കാവുന്ന അവിടെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അങ്ങനെ ദ്വിതീയ ബ്രാഹ്മണം അഗ്നിബ്രാഹ്മണം, അഗ്നിയെ ആലംബനമായി. തീ കാണുമ്പോഴൊക്കെ, അല്ലേ, ഇത് പരമാത്മാവ് അഗ്നിദേവനിലൂടെ, അല്ലേ, നമ്മൾക്ക് കണ്ട് അനുഭവിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ പരമാത്മാവിൻ്റെ മറ്റൊരു പ്രതീകമാണ് അഗ്നി. അതാണ് അഗ്നി ബ്രാഹ്മണത്തിൽ ഉപാസനയായി പറഞ്ഞത്. തൃതീയ ബ്രാഹ്മണം നമ്മൾ ഉദ്ഗീത ബ്രാഹ്മണം. ഉദ്ഗീതം, അല്ലേ, പ്രാണൻ ഉച്ഛ്വാസ നിശ്വാസങ്ങൾ ചെയ്യുന്ന ആ പ്രാണ ഉപാസന ഇവിടെ പറഞ്ഞു തന്നിരുന്നു. പ്രാണന്റെ വിവിധങ്ങളായ 6 തത്വങ്ങൾ പറഞ്ഞിരുന്നു. ശുദ്ധം, ദുർനാമത്വം ഇത്യാദി ഇത്യാദി 6 പേരുകൾ. അത് 6 ഗുണങ്ങൾ പ്രാണന്റെ അവിടെ പറഞ്ഞു തന്നിട്ട് ഈ 6 ഗുണങ്ങളെ ഉപാസിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഈ പ്രാണൻ 6 ഗുണത്തോടു കൂടി എൻ്റെ ശരീരത്തിലുണ്ട്. ആ പ്രാണൻ അതിൻ്റെ ധർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് നിലനിൽപ്പുള്ളത്, അല്ലേ? നമ്മുടെ ഗുണം കൊണ്ടാണ്. നമ്മുടെ ആ ഒരു അഹംബോധമില്ല, അത് ഇല്ലാണ്ടാക്കി തരുവാനായിട്ടായിരുന്നു ഉദ്ഗീത ബ്രാഹ്മണം യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തന്നത്, അല്ലേ? നമ്മളുടെ കഴിവുകൊണ്ടല്ല ഒരു ഉച്ഛ്വാസം നടത്തുന്നത് പോലും. ഞാൻ വിചാരിക്കും, എനിക്ക് നല്ല കപ്പാസിറ്റിയാണ്, എനിക്ക് എത്ര വേണമെങ്കിലും ഓക്സിജൻ എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് ഉച്ഛ്വാസം ചെയ്യാം, ഒന്നുമല്ല. അതുപോലും നമ്മളുടെ നിയന്ത്രണത്തിലല്ല, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ തന്നെ ചെയ്യുന്ന നിശ്വാസമാണ്, ഞാൻ എന്ന് വെച്ചാൽ അവനവൻ തന്നെ. അതുപോലും നമ്മുടെ നിയന്ത്രണത്തിലല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ അഹംബുദ്ധി? അത് പറഞ്ഞു തരികയായിരുന്നു യാജ്ഞവൽക്യ മഹർഷി ഉദ്ഗീത ബ്രാഹ്മണത്തിലൂടെ.
അതിനുശേഷം നമ്മൾ പ്രഥമ അധ്യായത്തിൽ ചതുർത്ഥ ബ്രാഹ്മണം, പുരുഷവിധ ബ്രാഹ്മണം എന്ന് പറഞ്ഞ് കണ്ടു. പുരുഷൻ എന്ന് വെച്ചാൽ ഹിരണ്യഗർഭൻ അല്ലേ, ആ പരമാത്മാവ് സർവവ്യാപിയായിരിക്കുന്ന ആ പുരുഷനെ ഉപാസിക്കാൻ പറഞ്ഞു തരികയായിരുന്നു ചതുർത്ഥ ബ്രാഹ്മണത്തിൽ. അതിനുശേഷം നമ്മൾ കണ്ടത് എന്തായിരുന്നു? അടുത്ത ബ്രാഹ്മണം എല്ലാവരുടെ കയ്യിലും ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്നത്. അടുത്ത ബ്രാഹ്മണം അവിടെ നമ്മൾ ഓരോ മന്ത്രങ്ങളുടെയും സമ്മറി കണ്ടിരുന്നു അല്ലേ? അതിലേക്ക് വിസ്തരിച്ച് പോകുന്നില്ല. കാരണം ഉപാസനയുടെയൊക്കെ തത്വമായിരുന്നു നമ്മളെ സംബന്ധിച്ച് അവിടെ പ്രാധാന്യമായിട്ടുള്ളത്. അടുത്തത് പഞ്ചമ ബ്രാഹ്മണം. സപ്താന്ന ബ്രാഹ്മണം എന്ന് പറഞ്ഞ് പ്രഥമാധ്യായം പഞ്ചമ ബ്രാഹ്മണം, അഞ്ചാമത്തെ ബ്രാഹ്മണ ഉപാസന പ്രകരണത്തിൽ, അതായത് 7 വിധം അന്നത്തിനെ ഉപാസിക്കാനായിട്ട് അന്നബ്രഹ്മ ഉപാസന യാജ്ഞവൽക്യ മഹർഷി ഉപദേശിക്കുകയായിരുന്നു. അതായത് അവിടെ എന്തായിരുന്നു? നമ്മൾ സാധാരണമായി കഴിക്കുന്ന അന്നം, അതായത് അന്നപാനീയങ്ങൾ, അത് പരമാത്മാവിൻ്റെ അന്നരൂപമായ സൃഷ്ടിയാണ്. അല്ലെങ്കിൽ ഭഗവാൻ തന്നെ വ്രീഹി രൂപത്തിൽ അല്ലേ, ഗോതമ്പിൻ്റെ രൂപത്തിൽ, അരിയുടെ രൂപത്തിൽ, പച്ചക്കറിയുടെ രൂപത്തിൽ അല്ലേ, എന്തൊക്കെയാണോ നമ്മൾ കഴിക്കുന്നത് അതൊക്കെ എന്താണ്? ഭഗവാന്റെ ആ രൂപമാണ്. അതായത് ഒന്നും ഈശ്വരനിൽ നിന്നും അന്യമായല്ല. അന്നവാനന്നാദോ ഭവതി മഹാൻ ഭവതി പ്രജയാ പശുഭിർബ്രഹ്മവർച്ചസേന മഹാൻ കീർത്തിയ. നമ്മൾ തൈത്തിരീയ ഉപനിഷത്തിൽ പഠിച്ച അത് തന്നെ ഇവിടെ പറഞ്ഞിരുന്നു. സപ്താന്ന ബ്രാഹ്മണത്തിൽ നമ്മൾ കഴിക്കുന്ന ഒന്നും, ഒരു ജലം പോലും നമ്മുടെ സ്വന്തമല്ല അല്ലേ, നമ്മൾ ഈ ഇറക്കുന്ന ഉമിനീര് പോലും നമ്മുടെ സ്വന്തമല്ല അല്ലേ, ഒരു ഗോതമ്പിൻ്റെ മണി പോലും നമ്മുടെ സ്വന്തമല്ല. ഇതെല്ലാം പരമാത്മാവിൻ്റെ അന്നരൂപമാണ്. ഭഗവാൻ ആ രൂപത്തിലിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ആഹരിക്കുകയാണെങ്കിൽ അതെന്തായി? അന്നബ്രഹ്മ ഉപാസനയായി എന്ന് പറയുകയായിരുന്നു. ആ അന്നബ്രഹ്മ ഉപാസനയിലൂടെ ആ അന്നമാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലേ, സർവത്തിനെയും സർവ അവയവങ്ങൾക്കുമുള്ള ശക്തി നൽകുന്നത് ഈ അന്നപാനീയങ്ങളാണ് എന്ന് പറഞ്ഞ് അന്നബ്രഹ്മ ഉപാസന യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തന്നിരുന്നു സപ്താന്ന ബ്രാഹ്മണത്തിലൂടെ. അതിനുശേഷം ഷഷ്ട ബ്രാഹ്മണം, പ്രഥമാധ്യായം ഷഷ്ട ബ്രാഹ്മണം, ഉക്തബ്രാഹ്മണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ചർച്ച ചെയ്തിരുന്നു. പരമാത്മാവ് ഉക്തരൂപത്തിൽ അവിടെ വസിക്കുന്നു. അതായത് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ശരീരം, ഈ മായാശരീരം പരമാത്മാവിൻ്റെ സൃഷ്ടിയാണ്. അതിൽ കുടികൊള്ളിരിക്കുന്ന ആ പരമാത്മാവിനെ ഉക്തൻ എന്ന് വിളിക്കുന്നു. മറ്റൊരു പേര് നമ്മൾ അക്ഷരൻ, നിരഞ്ജനൻ, നിരാമയൻ എന്നൊക്കെ പറയുന്നത് പോലെ പരമാത്മാവ് ഇവിടെ വസിക്കുന്നു എന്ന് പറഞ്ഞ് 6 ബ്രാഹ്മണങ്ങളിലൂടെ ഉപാസനകൾ യാജ്ഞവൽക്യ മഹർഷി പ്രഥമ അധ്യായത്തിൽ പറഞ്ഞു തന്നു. എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് നമ്മൾ പുറകേട്ടൊന്ന് ഓർമ്മിപ്പിക്കുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 6 ബ്രാഹ്മണങ്ങളിലും ഒറ്റ കാര്യമേ അദ്ദേഹത്തിന് ലക്ഷ്യമായിട്ടുള്ളൂ: ഉപാസന, നിഷ്കാമ ഉപാസന. നിഷ്കാമ ഉപാസനയിലൂടെ കാരക ദൃഷ്ടി പ്രാപ്തി. 2 പോയിന്റേ ഉള്ളൂ ഉപാസനാ പ്രകരണം. ഒന്നുകൂടെ പറയാം: നിഷ്കാമ ഉപാസന എന്തിനു വേണ്ടി? കാരക ദൃഷ്ടി പ്രാപ്തിക്ക് വേണ്ടി അല്ലേ. ഏത് ഉപാസനയും ചെയ്തോളൂ, ഏത് ദേവതേനും അല്ലേ, ഏത് ഗുരുവിനെയോ അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള ഏത് വസ്തുക്കളെയോ എന്തിനെ വേണമെങ്കിലും ഉപാസിച്ചോളൂ. യാജ്ഞവൽക്യ മഹർഷി പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: നമ്മൾ ഉപാസിക്കുന്ന എന്താണ്? ഭഗവാനെ അല്ലേ. ഞാൻ ഈ ജന്മത്തിലോ പൂർവ്വജന്മങ്ങളിലോ കൊണ്ടുവന്ന എൻ്റെ പ്രാരാബ്ധത്തിനെ ഇല്ലാണ്ടാക്കി എല്ലാറ്റിലും ഈശ്വരനെ കാണുവാനുള്ള ആ മനസ്സ്
വളർത്തിയെടുക്കുവാൻ സഹായിക്കണേ. അല്ലാണ്ട് എനിക്കൊന്നും വേണ്ട, അല്ലേ? എനിക്ക് ഉപാസനയിലൂടെ ദേവതയാകണ്ട, ദേവലോകത്ത് പോകണ്ട, ഇന്ദ്രനാകണ്ട, ഗന്ധർവനാകണ്ട, അപ്സരസാകണ്ട, അല്ലേ? എനിക്ക് ഒരു ഭോഗവും, അല്ലെ ഈ ലോകത്തെ തന്നെ ഒരു ഭോഗവും എനിക്ക് വേണ്ട. കാരണം പല ഭോഗങ്ങളും ഞാൻ പരീക്ഷിച്ചു, പല ഭോഗങ്ങളും അനുഭവിക്കുന്നവരെ ഞാൻ കണ്ടു. അവരാരും തൃപ്തരല്ല. ഒരു ഭോഗത്തിനും ഒരാളെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല എന്ന് ഞാൻ കണ്ടും കേട്ടും അറിഞ്ഞു. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്കിനി വേണ്ടത് പരമശാന്തിയാണ്. അത് എനിക്ക് മോക്ഷത്തിലൂടെ കിട്ടുകയുള്ളൂ. ആ മോക്ഷത്തിലേക്ക് സഹായിക്കുന്ന സാധനയായി മാത്രമാണ് ഞാൻ ഉപാസനയെ കാണുന്നത്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണേ. മോക്ഷത്തിലേക്ക് സഹായിക്കുന്ന സാധനയായി മാത്രമാണ് ഞാൻ ഉപാസനകൾ ചെയ്യുന്നത്. ആ ഉപാസനകളാണ് 6 വിധത്തിൽ യാജ്ഞവൽക്യ മഹർഷി നമ്മൾക്ക് പറഞ്ഞു തന്നത്. അതിനുശേഷം നമുക്ക് ദ്വിതീയ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഉപാസനയൊക്കെ ചെയ്ത് ഇത്ര വളരെ ചിത്തശുദ്ധി നേടി അധികാരമൊക്കെ നേടിയ നമ്മളോട് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, മതി, ഇത്ര ഉപാസനയുടെയൊക്കെ ആവശ്യമുള്ളൂ, ഇനി ഞാൻ ബ്രഹ്മവിദ്യ ഉപദേശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം നമ്മൾ ആരംഭിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം, അല്ലെ? എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവരും എടുക്കുക. അത് ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയോധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം. പ്രഥമ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം. ഒരുമിച്ച് പറയാവേ. ദ്വിതീയ ബ്രാഹ്മണം ശിശു ബ്രാഹ്മണം, തൃതീയ ബ്രാഹ്മണം മൂർത്താമൂർത്ത ബ്രാഹ്മണം, ചതുർത്ഥ ബ്രാഹ്മണം മൈത്രേയി ബ്രാഹ്മണം, പഞ്ചമ ബ്രാഹ്മണം മധുബ്രാഹ്മണം, ഷഷ്ട ബ്രാഹ്മണം വംശബ്രാഹ്മണം. ഇങ്ങനെ 6 ബ്രാഹ്മണങ്ങളായിട്ടാണ് ബ്രഹ്മവിദ്യാ പ്രകരണം അല്ലെങ്കിൽ ദ്വിതീയോധ്യായത്തിന് യാജ്ഞവൽക്യ മഹർഷി തരംതിരിച്ചത്. ദ്വിതീയോധ്യായം എന്ന് വെച്ചാൽ രണ്ടാമത്തെ അധ്യായം, ബ്രഹ്മവിദ്യാ പ്രകരണം എന്ന് വെച്ചാൽ, പ്രകരണം എന്ന് വെച്ചാൽ എന്തായിരുന്നു? വിഷയം. ഇവിടെ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം ബ്രഹ്മവിദ്യയാണ്. അതാണ് ബ്രഹ്മവിദ്യാ പ്രകരണം. പിന്നെ എന്താണ്? 6 ബ്രാഹ്മണങ്ങളായിട്ട്, അതായത് സബ് ടോപ്പിക് എന്ന് ഇവിടെ ബ്രാഹ്മണം എന്നതിൻ്റെ അർത്ഥമുള്ളൂ. അപ്പം വലിയൊരു അധ്യായം, അതിൽ 6 ഡിവിഷനായിട്ട് തരംതിരിച്ചു, 6 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചു. ആ 6 ഭാഗങ്ങളുടെ പേരാണ് നമ്മളിപ്പോൾ വായിച്ചത്. പ്രഥമ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം, അല്ലേ? അതിൽ 3 വിഷയമേ ചർച്ച ചെയ്യുന്നുള്ളെന്ന് നമ്മൾ കണ്ടു. എത്ര മന്ത്രങ്ങളുണ്ട്? 20 മന്ത്രങ്ങൾ, അല്ലേ? ശ്രദ്ധിക്കണേ. ഒന്നാമത്തത് ആഖ്യായിക, കഥ തുടങ്ങുകയാണ്. എന്തായിരുന്നു? ഒരിടത്ത് ഒരു ബാലാഗി, അഹങ്കാരിയായി ഗുരുകുലവാസമെല്ലാം കഴിഞ്ഞ് ബാലാഗി അല്ലെങ്കിൽ ഗാർഗ്യൻ എന്നു പേരായ ഒരു വിദ്യാർത്ഥി, അല്ലേ? ആ പഠനാനന്തരം അദ്ദേഹത്തിനുണ്ടായ വിദ്യാഗർവം മൂലം അദ്ദേഹം കാശി രാജാവായ അജാതശത്രു എന്നു പേരായ രാജാവിൻ്റെ അടുത്ത് ബ്രഹ്മവാദത്തിനായിട്ട് വന്നു. എന്തിനു വേണ്ടി? തൻ്റെ പ്രഥമ ശിഷ്യൻ വളരെ പ്രശസ്തനും ശ്രേഷ്ഠനുമാണെങ്കിൽ അതിലൂടെ ഈ ബാലാഗിക്ക് അല്ലെങ്കിൽ ഗാർഗ്യന് ലോകപ്രസിദ്ധനാകാൻ സാധിക്കും, അനേക ശിഷ്യഗണങ്ങളെ സമ്പാദിക്കാൻ സാധിക്കും, അതിലൂടെ മറ്റ് സർവഭോഗങ്ങളും അദ്ദേഹത്തിന് തേടി വരുമെന്നുള്ള ആ ഗർവം കൊണ്ട് പ്രഥമ ശിഷ്യനായ അജാതശത്രുവിനെ സ്വീകരിക്കാനായിട്ട് കാശി രാജ്യത്തെത്തി ബാലാഗി തൻ്റെ വിദ്യാഗർവമെല്ലാം അജാതശത്രുവിൻ്റെ അടുത്ത് പറഞ്ഞു. അജാതശത്രു ആരാണെന്ന് നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം പറഞ്ഞു തന്നിരുന്നു. ആരാണ്? അകത്തും പുറത്തും ഒരു ശത്രുവും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു ശത്രുക്കളാലും പരാജയപ്പെടുത്താൻ സാധിക്കാത്തവനാരോ അവരാണ് അജാതശത്രു. ഏറ്റവും ദുർഘടമായ ശത്രു അല്ലെങ്കിൽ ഏറ്റവും പോയ്സൺ നമ്മൾ പറയില്ലേ,
ആ വിഷം ചീറ്റുന്ന ശത്രു എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തുള്ള ശത്രു തന്നെയാണ്. ആ അകത്തുള്ള ശത്രുക്കളെയും, അതായത് കാമം, ക്രോധം ഇത്യാദികൾ, നമുക്ക് ഒട്ടും പിടികിട്ടാത്തത് നമ്മളെ തന്നെയാണ്. ചിലപ്പോൾ നല്ല സന്തോഷമായിട്ട് ഒരാളോട് എനിക്ക് വലിയ സ്നേഹമായിരിക്കും, പെട്ടെന്ന് ഒരമണിക്കൂർ കഴിയുമ്പോൾ അവർ ശത്രുക്കളായി മാറും. നമ്മൾ കാണുന്നതാണ് ചുറ്റുപാട്. അപ്പോൾ നമ്മൾക്ക് ഒട്ടും പിടികിട്ടാത്ത സ്വഭാവം നമ്മുടെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അകത്തുള്ള ശത്രുവിനെയും ജയിച്ചു. പിന്നെ പുറത്തുള്ള ശത്രുക്കളുടെ പറയേണ്ട കാര്യമില്ലല്ലോ. അതാണ് അജാതശത്രു എന്ന വാക്കിൻ്റെ അർത്ഥം. ആ പേരിനോട് തന്നെ നീതി പുലർത്തുന്ന ആളായിരുന്നു അജാതശത്രു. അതുകൊണ്ടാണ് ഈ വിദ്യാഗർവിഷ്ഠനായ ഗാർഗ്യൻ വന്നപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ആദ്യം തന്നെ കൊടുത്തിരുന്നു, അല്ലേ? എന്തായിരുന്നു? അജാതശത്രു സഹസ്രം മേധസ്യാം വാജി ദഗ്മോ ജനകോ ജനകവൈ ഇത് ജനാദാവന്തീതി, അല്ലേ? സാധാരണ ജനക മഹാരാജാവാണ് അല്ലയോ ഗാർഗ്യ. അദ്ദേഹത്തിൻ്റെ വിദ്വത്സഭകളിലാണ് ഈ ആളുകളൊക്കെ വാക്പ്രതിവാദത്തിനായിട്ട്, അല്ലെ വാദഭിക്ഷയ്ക്കായിട്ട് പോകുന്നത്. എന്നെ തേടി സാധാരണ ആരും വരാറില്ല. അങ്ങ് എന്നെ തേടി വന്നതുകൊണ്ട് ഞാൻ അങ്ങക്ക് 1000 പശുക്കളെ നൽകാം. നമ്മൾ പറയില്ലേ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ, അത് ഇവിടെ വന്നല്ലോ, അതിനൊരു ഉപകാരം, അതിനൊരു സ്മരണ. അങ്ങനെ പശുവിനെ കൊടുത്തു, സ്വർണ്ണ നാണയങ്ങളൊക്കെ കൊടുത്തു, അതൊക്കെ വാങ്ങിച്ചു അജാതശത്രു. അങ്ങനെ വാദപ്രതിവാദങ്ങൾ ഇവരാരംഭിക്കുന്നു. നമ്മൾ കണ്ടിരുന്നു മന്ത്രം 2 മുതൽ 13 വരെ അജാതശത്രുവിനോട് ഗാർഗ്യൻ അല്ലെങ്കിൽ ബാലാഗി, അല്ല ഗാർഗ്യൻ്റെ വാക്കിൻ്റെ അർത്ഥമൊക്കെ എല്ലാവർക്കും അറിയാലോ, അല്ലേ? ഗർഗഗോത്ര ജാനാതി ഇത് ഗാർഗ്യ. ഗാർഗ്യൻ അല്ലെങ്കിൽ ബാലാഗി 2 പേര്, ഒരാൾ തന്നെ. അവർ വാദപ്രതിവാദം നടത്തുകയായിരുന്നു. അത് നമ്മൾ ചർച്ച ചെയ്യും. എല്ലാവരും ആ ഒരു ടേബിളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ അന്ന് അവിടെ എഴുതിയിരുന്നതാണ്, അല്ലേ? ആദിത്യന്, പിന്നെ എന്താണ്, ഒരുപാടുണ്ട്. തേജസ്വി, ആകാശപുരുഷൻ, വായു പുരുഷൻ, അഗ്നിപുരുഷൻ, അപ്സുപുരുഷൻ, ആദർശപുരുഷൻ, യന്തം പുരുഷൻ, ദിക്ഷു പുരുഷൻ, ഛായാവയ പുരുഷൻ, ആത്മനി പുരുഷൻ, അങ്ങനെ മന്ത്രം 2 മുതൽ, ഒന്നുകൂടെ പറയാം, അജാതശത്രു ബ്രാഹ്മണം മന്ത്രം 2 മുതൽ 13 വരെ, അല്ലേ? മന്ത്രം 2 മുതൽ 13 വരെ സഗുണ ബ്രഹ്മ ഉപാസന എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അധ്യാരോപം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഞാൻ ഇന്ന ഉപാസനയാണ് നടത്തുന്നത് അജാതശത്രു, അങ്ങത് ഉപാസന ചെയ്യണം, അങ്ങനെ ചെയ്താൽ അങ്ങക്ക് ഇത് കിട്ടും, എൻ്റെ ശിഷ്യനായി ഞാൻ അംഗീകരിക്കാം. പക്ഷെ അജാതശത്രു അവിടെയൊന്നും വീണില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ആദിത്യനെയാണ് ഉപാസിക്കുന്നതെങ്കിൽ അതിൽ മാത്രം ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഗാർഗ്യൻ്റെ ബുദ്ധി. ആദിത്യനും പ്രകാശം നൽകുന്നത് എന്തോ അത് പരമാത്മാവാകുന്നു. ആ പരമാത്മാവിനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. ചന്ദ്രനും പ്രകാശം നൽകുന്നത്, അല്ലെങ്കിൽ ചന്ദ്രന് തൻ്റെ ധർമ്മം ചെയ്യാൻ സാധിക്കുന്നത്, സൂര്യന് തൻ്റെ ധർമ്മം ചെയ്യാൻ സാധിക്കുന്നത്, വായുവിന് തൻ്റെ ധർമ്മം ചെയ്യാൻ സാധിക്കുന്നത്, പ്രാണന്, അങ്ങനെ എല്ലാം. അവസാനം പറഞ്ഞു ആത്മനി, അതായത് ചതുർമുഖ ബ്രഹ്മാവിനെയാണ് ഞാൻ ഉപാസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അജാതശത്രു പറഞ്ഞു ചതുർമുഖ ബ്രഹ്മാവിനും സൃഷ്ടി എന്ന ധർമ്മം ചെയ്യാൻ സാധിക്കുന്നത് പരമാത്മാവിലൂടെയാണ്. പരമാത്മാവ് ചതുർമുഖ ബ്രഹ്മാവിലൂടെ സൃഷ്ടി നടത്തുന്നത്, അല്ലാണ്ട് ചതുർമുഖ ബ്രഹ്മാവല്ല എല്ലാറ്റിനും ആധാരം. അങ്ങനെ മന്ത്രം 2 മുതൽ 13 വരെ എന്തൊക്കെ വാദങ്ങളാണോ ഗാർഗ്യൻ നടത്തിയത് അതിനെയൊക്കെ ഖണ്ഡിക്കുകയായിരുന്നു ചെയ്തത് ആര്? അജാതശത്രു. അപ്പോൾ അവസാനം ചതുർമുഖ ബ്രഹ്മാവിൻ്റെ അപ്പുറത്തൊരു ഉപാസന പറഞ്ഞു കൊടുക്കുവാൻ സാധിച്ചില്ല ഗാർഗ്യന്. ഗാർഗ്യൻ തൻ്റെ തെറ്റു മനസ്സിലാക്കി അജാതശത്രുവിൻ്റെ അടുത്ത് ഉപത്വാ യാനി ഇതി, മന്ത്രം 14, അല്ലേ?
ഇത്രയേ എനിക്ക് അറിയുകയുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ആ ഗർവത്തിനെ, അഹങ്കാരത്തിനെ അടിയറവ് വെച്ചു അജാതശത്രുവിൻ്റെ അടുത്ത്. എനിക്ക് മനസ്സിലായി എൻ്റെ വിദ്യാഗർവം കൊണ്ട് ഞാൻ അങ്ങയെ വാദിക്കാനായി വന്നത്. എൻ്റെ അറിവ് പരിമിതമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദയവായി എന്നോട് ക്ഷമിച്ചാലും ഞാൻ അങ്ങയുടെ ശിഷ്യനാകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഉപത്വായാനി, അല്ലേ, നമ്മളവിടെ ചർച്ച ചെയ്തിരുന്നു. ശിഷ്യഭാവേന എന്ന വാക്ക് അധ്യാഹാരം ചെയ്യണമെന്ന് മന്ത്രം 14. ശിഷ്യഭാവത്തിൽ അജാതശത്രുവിൻ്റെ അടുത്ത് ഗാർഗ്യൻ ഗുരു ഉപസത്തി നടത്തി, ഗർവത്തിനെ അടിയറവ് വെച്ചുകൊണ്ട്, അല്ലേ. മനസ്സിൽ ആ ചിത്രം ഉണ്ടാകണം. ഒരിക്കലും ഈ കഥാപാത്രങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നും പോകരുത്, അല്ലേ. എപ്പോഴും അതുകൊണ്ടാണ് ഭാവന ചെയ്യാൻ, ഭാവനാപ്രധാനമാണ് പഠനം, അല്ലേ. അപ്പോൾ എന്താണ്, കഥാപാത്രങ്ങൾ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്നും മായുകയില്ല. നമ്മൾക്ക് തന്നെ താരതമ്യം ചെയ്യുവാനും സാധിക്കും. ഈ ഗാർഗ്യൻ്റെ അല്ലെ ശ്വേതകേതുവിൻ്റെ നമ്മൾ പഠിച്ച ശിഷ്യന്മാരുടെയൊക്കെ എടുത്തോളൂ, അവരുടെയൊക്കെ ഏതെങ്കിലും സ്വഭാവങ്ങൾ എന്നിലുണ്ടോ, അപ്പോൾ എനിക്ക് അവരെ പോലെ മാറാൻ സാധിക്കുമോ ഇത്യാദി മനനത്തിന് ഈ കഥാപാത്രങ്ങൾ സഹായിക്കും. അതുകൊണ്ട് എപ്പോഴും മനസ്സിൽ ആ ഭാവന ഉണ്ടായിരിക്കണം. ശിഷ്യഭാവത്തിൽ ഗുരുവിൻ്റെ പാദത്തിൽ, അജാതശത്രുവിൻ്റെ പാദത്തിൽ ഗാർഗ്യൻ ഉപസരിച്ചു. ആ ഉപസരിച്ച ശിഷ്യൻ്റെ അടുത്ത് 15ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു, അങ്ങ് ബ്രാഹ്മണകുലജാതൻ, 12 വർഷം വേദാധ്യയനം ഗുരുകുലത്തിൽ നടത്തി, അങ്ങ് ക്ഷത്രിയനായ എൻ്റെ അടുത്ത് വന്ന് ഗുരു ഉപസത്തി നടത്തുന്നത് ശരിയാണോ? അതായത് ഒരു പരീക്ഷണമായിട്ട് വേണം ഇതിനെ കാണാൻ. അല്ലാണ്ട് ഒരിക്കലും അജാതശത്രുവിന് ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ രാജാവാണ് എന്നുള്ള ഭാവമൊന്നുമില്ല. ശിഷ്യനെ പരീക്ഷിക്കുകയാണ്. ഇവൻ ശരിക്കും ഉപസത്തി നടത്തിയത് തന്നെയാണോ, അതോ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി ഇത് വെറും ഒരു പാഴ്വാക്കാണോ? വെറുതെ പറയാറില്ലേ, അല്ലേ. നമ്മൾ പല വാക്കുകളും വെറുതെ പൊയ്വാക്കുകൾ പറയും. അത് ശരിയാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അജാതശത്രു ചോദിച്ചത്. ഒരു ക്ഷത്രിയനായ രാജാവിൻ്റെ അടുത്ത് അങ്ങ് വന്ന് ഗുരുപസത്തി നടത്തുന്നത് ശരിയാണോ? അങ്ങ് യഥാർത്ഥത്തിൽ തന്നെയാണോ ഗുരുപസത്തി ഉപത്വായാനി എന്ന് പറഞ്ഞത് 100% ശരിയാണോ? അങ്ങ് ഉള്ളിൽ തട്ടി പറഞ്ഞതാണോ എന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഗാർഗ്യന് മനസ്സിലായി, ഇത് നിസാരക്കാരനല്ല, ഇത് എൻ്റെ ഗുരു തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വേണം ഞാൻ അറിവ് നേടേണ്ടത്, എങ്കിലേ എൻ്റെ തെറ്റ് എനിക്ക് തിരുത്താൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ ഗാർഗ്യൻ ശിഷ്യഭാവത്തോടു കൂടി തന്നെയാണ് ഞാൻ ഉപസത്തി നടത്തുന്നത്, എന്നെ ശിഷ്യനായി സ്വീകരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അജാതശത്രുവിന് മനസ്സിലായി, ഇത് വെറുതെ അല്ല പറയുന്നത്, ശരിക്കും തന്നെയാണ് പറയുന്നത്. അങ്ങനെ ശിഷ്യനായി ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞു, അങ്ങ് കുറേ കാലങ്ങൾ പഠിച്ചല്ലോ, അങ്ങക്ക് ബ്രഹ്മവിദ്യയൊക്കെ അറിയാം, പക്ഷെ ഈ ഗർവം കൊണ്ട്, ഈ വിദ്യാഗർവം കൊണ്ട് അതൊരു മഹാമായയാണ് അഹങ്കാരം എന്നത്. ആ മായ കൊണ്ടാണ് അങ്ങക്ക് ബ്രഹ്മവിദ്യ മൂടപ്പെട്ടിരിക്കുന്നത്. അത് മാത്രം ഒന്ന് മാറ്റിയാൽ മതി എന്ന്. അതുകൊണ്ട് ആദ്യം മുതലൊന്നും പഠിക്കേണ്ട കാര്യമില്ല, അറിയാം. ഇത് തന്നെയായിരുന്നു ശ്വേതകേതുവിനും, അല്ലേ. ആ അഹങ്കാരത്തിനെ ഒന്ന് മാറ്റിക്കൊടുക്കുക മാത്രമാണ് ഉദ്ദാലക മഹർഷി ചെയ്തു കൊടുത്തത്. അത് തന്നെ അജാതശത്രുവും ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാം വിസ്തരിച്ചൊന്നും പഠിപ്പിക്കുന്നില്ല. ഒരു വിചാരം ബ്രഹ്മവിദ്യയിൽ ഒരു പോർഷൻ മാത്രം അടർത്തിയെടുത്തിട്ട് ഇവിടെ പഠിപ്പിച്ചു കൊടുത്തു. ആ വിചാരമാണ് സുഷുപ്തി വിചാരം, അല്ലേ. ആ സുഷുപ്തി എന്ന വിചാരത്തിനെ ആലംബനമാക്കി എടുത്തുകൊണ്ട് ഗാർഗ്യന് തൻ്റെ അഹങ്കാരത്തെ, അല്ലെങ്കിൽ തന്നെ ബാധിച്ചിരിക്കുന്ന അജ്ഞാനത്തെ, മായയെ നീക്കുവാനായി സുഷുപ്തി വിചാരത്തെ ആലംബനമാക്കി അല്ലെങ്കിൽ ഉദാഹരണമാക്കി എടുത്തുകൊണ്ട് ഗാർഗ്യന് ബ്രഹ്മവിദ്യ ഉപദേശിക്കുകയാണ് അജാതശത്രു ചെയ്യുന്നത്. അതാണ് 15ാമത്തെ മന്ത്രത്തിൻ്റെ അവസാനം. തം പുരുഷം സുപ്തം ആജത്മധു തം ഏതോ നാമഭിഹി ആമന്ത്രായാം ചക്രേ, അല്ലേ.
സുഷുപ്തി വിചാരം അവിടെ ആരംഭിച്ചിരുന്നു. അവിടെ നമ്മൾ സുഷുപ്തിയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. സുഷുപ്തി 2 തരം സുഷുപ്തി ഉണ്ടെന്ന്. കരണമന്ദീഭാവ സുഷുപ്തി അല്ലെങ്കിൽ അവസ്ഥ, കരണ ഏകീഭാവ അവസ്ഥ എന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. എന്താണ് സുഷുപ്തി എന്നും നമ്മൾ അവിടെ ചർച്ച ചെയ്തിരുന്നു. പരമാത്മാവുമായി സർവ്വ ജീവരാശികളും ഏകീഭവിക്കുന്ന അവസ്ഥയാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അല്ലേ? ന കിഞ്ചിത് അവേദിശം, അല്ലെ? ഒന്നും അറിയുന്നില്ല, ആനന്ദം മാത്രം അനുഭവിക്കുന്ന അവസ്ഥയാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അവിടെ സുഖമില്ല, ദുഃഖമില്ല, പുണ്യമില്ല, പാപമില്ല, കാമമില്ല, ക്രോധമില്ല, ഞാനില്ല, നീയില്ല, ഒന്നുമില്ല. എന്താണ്? ആനന്ദം മാത്രം, ഒന്നും അറിയാത്ത, അല്ലേ, അവസ്ഥ. എന്തുകൊണ്ട് ഒന്നും അറിയാതെ ആനന്ദം അനുഭവിക്കുന്നു? പരമാത്മാവുമായി ഏകീഭവിക്കുന്നത് കൊണ്ട്. അല്ലയോ ഗാർഗ്യ, നിനക്ക് ആ ആനന്ദത്തെ എല്ലായ്പ്പോഴും കിട്ടും. നീ ഉണർന്നിരിക്കുമ്പോഴും കിട്ടും, നീ സ്വപ്നം കാണുമ്പോഴും എല്ലാം കിട്ടും. എന്ത് ചെയ്യണം? നിന്റെ ഈ അഹങ്കാരത്തെ അല്ലെങ്കിൽ ഈ മായയാകുന്ന അജ്ഞാനത്തെ നീ മാറ്റിയാൽ മതി എന്ന് ഉപദേശിക്കുകയാണ് അജാതശത്രു ഗാർഗ്യൻ്റെ അടുത്ത് ചെയ്യുന്നത്. മന്ത്രം 16, 17 ഒക്കെ ആ ഉപദേശങ്ങളായിരുന്നു. അപ്പോൾ അജാതശത്രു തന്നെ ഗാർഗ്യനോട് ചോദ്യം ചോദിച്ച് ആ ചോദ്യത്തിനുള്ള ഉത്തരവ് ഗുരുനാഥൻ തന്നെ പറഞ്ഞു. കാരണം ചോദ്യം ചോദിക്കുവാൻ പോലുമുള്ള ഒരു മാനസികാവസ്ഥ ഗാർഗ്യനില്ല. കാരണം മന്ത്രം 2 മുതൽ 13 വരെ വാദം നടത്തി അദ്ദേഹം എന്താ പറയുക, ക്ഷീണിച്ച അവശനായി. നമ്മൾ പറയില്ലേ എക്സോസ്റ്റഡ് ആയെന്നൊക്കെ പറയാറില്ല, അതുപോലത്തെ അവസ്ഥയിലായി ആര്? ഗാർഗ്യൻ. തൻ്റെ ഉള്ളിൽ ഒന്നുമില്ല ഇനി. തൻ്റെ അഹങ്കാരം മുഴുവൻ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എന്ത് സംസാരിക്കാനാണ്? ചോദ്യം ചോദിക്കാനുള്ള ഒരു ശക്തി പോലും അജാതശത്രുവിൻ്റെ അടുത്ത് ഗാർഗ്യനില്ലായിരുന്നു. അത് മനസ്സിലാക്കിയ ഗുരുനാഥൻ ശിഷ്യൻ്റെ തലത്തിലേക്ക്, ആ ശിഷ്യൻ്റെ ജാള്യതയില്ലേ നമുക്ക്, അയ്യോ ഞാൻ ഇത്രയും 1000 പശുക്കളെ മേടിച്ച് വെക്കുകയും ചെയ്ത്, അല്ലേ, ശിഷ്യനായി ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ഗുരുദക്ഷിണ മേടിച്ച ആളാണ് ആര്? ഗാർഗ്യൻ. അപ്പം ആ ഒരു ജാള്യതയുണ്ടല്ലോ ഗാർഗ്യൻ്റെ മുഖത്തും മനസ്സിലും എല്ലാം. അപ്പം അത് മനസ്സിലാക്കി ശിഷ്യൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് ശിഷ്യനെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ് അജാതശത്രു ചെയ്തത്. നീ വിഷമിക്കണ്ട, എനിക്ക് മനസ്സിലായി നിന്നെ, ഞാൻ നിനക്ക് ഞാൻ അങ്ങോട്ട് ചോദിക്കാം, ഉത്തരവും ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിച്ചു. എന്തായിരുന്നു ചോദ്യങ്ങൾ? കോ ഏഷഃ ജീവഃ സുഷുപ്തികാലേ തഥാ അഭൂത്. എവിടെയാണ് ജീവൻ സുഷുപ്തിയിൽ ഇരിക്കുന്നത്? പരമാത്മാവുമായി ഏകീഭവിക്കുന്നു എന്ന് നമ്മൾ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ ചോദ്യവും അതിനോടൊപ്പം തന്നെ ചോദിച്ചിരുന്നു. കുതഃ ഏതത് ജീവഃ സുഷുപ്തി അനന്തരം ആഗാദിതി. എവിടെ നിന്നാണ് സുഷുപ്തിക്ക് ശേഷം ജീവാത്മാവ് മടങ്ങി വരുന്നത് എന്ന് ചോദിച്ചു. പരമാത്മാവിൽ ഏകീഭവിച്ചത് എന്തിലാണോ അതിൽ നിന്ന് തന്നെയാണ് ഉറക്കത്തിന് ശേഷം ഉണർന്നു വരുന്നത് എന്ന് അജാതശത്രു ബാലാഗിയോട് അല്ലെങ്കിൽ ഗാർഗ്യനോട് പറയുകയായിരുന്നു. നീ പരമാത്മാവുമായി ഏകീഭവിക്കുന്നത് കൊണ്ടാണ് ഗാർഗ്യ നിനക്ക് ഉറങ്ങുമ്പോൾ സുഖമായി ഉറങ്ങാൻ സാധിക്കുന്നത്. ഒരു ഇന്ദ്രിയങ്ങളും അവിടെ പ്രവർത്തിക്കുന്നില്ല, അല്ലേ? മനസ്സ് പ്രവർത്തിക്കുന്നില്ല, ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, ഒന്നും പ്രവർത്തിക്കുന്നില്ല. നീ പരമാത്മാവുമായി ഏകീഭവിക്കുകയാണ്. ഇതൊന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല കേട്ടോ. നമ്മൾ വിചാരിക്കും അയ്യോ ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ ഭഗവാന്റെ മടിയിൽ ഉറങ്ങാം. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല. ഇതൊക്കെ വളരെ സൂക്ഷ്മമായി നടക്കുന്ന പ്രക്രിയയാണ്, അല്ലേ? പ്രാണൻ എങ്ങനെയാണോ ഈ അന്തരീക്ഷം മുഴുവൻ വ്യാപിച്ച് നമ്മൾ ഉച്ഛ്വാസം നിശ്വാസം നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എല്ലാ ഇന്ദ്രിയങ്ങളും നിശ്ചലമായി, എല്ലാ അവയവങ്ങളും നിശ്ചലമായി, മനസ്സും നിശ്ചലമായി നമ്മൾ പരമാത്മാവുമായി ഏകീഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് സുഖമായി ഉറങ്ങാൻ സാധിക്കുന്നത് ഗാർഗ്യ എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം
സ്വപ്നത്തിനെ കുറിച്ച് പറഞ്ഞു. സ്വപ്നത്തിൽ നമ്മൾ സുഖ സ്വപ്നവും കാണും, ദുഃഖ സ്വപ്നവും കാണും. അത് പൂർവ്വ പ്രാരബ്ധം അനുസരിച്ചാണ് സുഖ ദുഃഖാദി സ്വപ്നങ്ങൾ അനുഭവിക്കുന്നത്. അവിടെ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വപ്നത്തിൽ നമ്മൾ ചിരിക്കുന്നത്, സ്വപ്നത്തിൽ കരയുന്നത് എന്നൊക്കെ പറഞ്ഞു. സ്വപ്ന വിചാരവും 18ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം വീണ്ടും 19ാമത്തെ മന്ത്രത്തിൽ 1ാമത്തെ ചോദ്യത്തിൻ്റെ, അതായത് മന്ത്രം 16ൻ്റെ തുടർച്ച അദ്ദേഹം ആവർത്തിച്ചു. ആ ഗുരുവിൻ്റെ വാത്സല്യം നോക്കൂ, വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, അല്ലയോ ഗാർഗ്യ, നിനക്ക് മോക്ഷം നേടുവാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. നീ ഉത്തമ അധികാരി തന്നെയാണ്. നിന്റെ അജ്ഞാനം കൊണ്ട് മാത്രമാണ് മോക്ഷം നിനക്ക് ഗർവരൂപത്തിൽ തടസ്സമായിരിക്കുന്നത്. ആ തടസ്സം ഞാൻ നിനക്ക് മാറ്റിത്തരാം. നീ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. ഉറങ്ങുമ്പോൾ അനുഭവിക്കുന്ന ആനന്ദം നിനക്ക് എല്ലായ്പ്പോഴും കിട്ടും. അതാണ് മോക്ഷം. അത് കിട്ടാനായി നീ എന്ത് ചെയ്യണം? ഈ ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള താതാത്മ്യം, ആ അറ്റാച്ച്മെൻറ്റ് ഇല്ലാണ്ടാക്കിയാൽ മതി എന്ന് 19ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു. അവിടെ നമ്മൾ അതിനു മുമ്പ് സുബിതി എന്ന നാമം പഠിച്ചിരുന്നു. സുബിതി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഉറങ്ങുമ്പോൾ ആ ആനന്ദം അനുഭവിക്കുന്ന ജീവാത്മാവിനെ ശാസ്ത്രം വിളിക്കുന്ന പേരാണ് സുബിതി. ഉറങ്ങുമ്പോൾ ആനന്ദം അനുഭവിക്കുന്ന സകല ജീവാത്മാക്കൾക്കും ശാസ്ത്രം ഒറ്റ പേരിൽ വിളിക്കുന്നു. ആ പേരാണ് സുബിതി. നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ നമുക്കൊരു പേരേ ഉള്ളൂ, അല്ല, ഞാൻ സന്യാസിയല്ല, ഞാൻ ഗൃഹസ്ഥനല്ല, ഞാൻ ആരുമല്ല. ഉറങ്ങുമ്പോൾ ഞാൻ ആരാണ്? ആനന്ദബുക്കാണ്. ആനന്ദം അനുഭവിക്കുക. ആ ആനന്ദം അനുഭവിക്കുന്ന എല്ലാവരെയും, അല്ലേ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് കിടന്നുറങ്ങുന്നത് ഒരേ സമയം, അല്ലേ? അവരെ എല്ലാവരും ഒരേ പേരിൽ ശാസ്ത്രം വിളിക്കുന്നു എന്നേ ഉള്ളൂ. ആ പേരാണ് സുബിതി എന്ന് പറഞ്ഞു. അതിനുശേഷം 19ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു, എന്താണ്? ഹിത എന്ന നാമം ഒരു ഉദാഹരണമാക്കി പറഞ്ഞിരുന്നു. എന്തായിരുന്നു? ആരാണോ സുഷുപ്തി അനുഭവിക്കുന്നത് അവരൊന്നിനെയും അറിയുന്നില്ല. കാരണം എന്താണ്? അവർ സുബിതി നാമത്തോടു കൂടി ഇരിക്കുകയാണ്. അതിനുശേഷം എന്ത് പറഞ്ഞു? ഹിതാനാമനാട്യോ ദ്വാസപ്തതി സഹസ്രാണി ഹൃദയാത് പുരീതം അഭിപ്രതിഷ്ഠന്തേ. മന്ത്രം 19 അജാതശത്രു ബ്രാഹ്മണൻ. അതായത് 72,000 നാഡികളുണ്ട് നമ്മൾക്ക് എല്ലാവർക്കും. അതിൽ ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുകയാണ് ഈ നാഡികളെല്ലാം. ആ ആരംഭ സ്ഥാനത്തെയാണ് ഹിത എന്ന് വിളിക്കുന്നത്. ഈ 72,000 നാഡികളെ അല്ല കേട്ടോ. ആരൊക്കെയോ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയപ്പം 72,000 നാഡികൾക്കും വിളിക്കുന്ന പേരാണ് ഹിത എന്ന് പറഞ്ഞു. അതല്ല, ശ്രദ്ധിക്കണേ, ഒന്നുകൂടെ പറയാം. സർവ്വ ജീവാത്മാക്കളും 72,000 നാഡികളും ശരീരത്തിൽ വ്യാപിച്ചിരിക്കുകയാണ്. ആ നാഡികൾ തുടങ്ങുന്നത് ഹൃദയത്തിൽ നിന്നാണ്. ആ ആരംഭിക്കുന്ന സ്ഥാനത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് നമ്മൾ പറയില്ലേ, അതാണ്. അതിനെയാണ് ഹിത എന്ന് വിളിക്കുന്നത്. 72,000 നാഡികൾ, ശ്രദ്ധിക്കണേ, 72,000 നാഡികൾ ഹൃദയത്തിൽ നിന്നും ആരംഭിക്കുന്നു. ആ ആരംഭ സ്ഥാനത്തെ ഹിത എന്ന് വിളിക്കുന്നു. പിന്നെ അവിടെ നിന്നും ഇങ്ങനെ ശാഖോപശാഖകളായി സർവ ഞരമ്പുകൾ, അല്ലേ, ശരീരം മുഴുവൻ. നാഡി എന്ന് വെച്ചാൽ എന്താ? ഞരമ്പ്. ഈ സർവനാഡികളും ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അതിലെല്ലാം പരമാത്മാവ് ചൈതന്യ രൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നു. അവയെല്ലാം നിശ്ചലമാകുന്ന അവസ്ഥയാണ്, അല്ലയോ ഗാർഗ്യ, സുഷുപ്തി, അല്ലേ? അതുകൊണ്ടാണ് നീ ഒന്നും അറിയാത്തത്, സുഖമായി ഉറങ്ങുന്നത്. പക്ഷെ അവയെല്ലാം നീ ഉറങ്ങുമ്പോഴും അവരെല്ലാം ഉറങ്ങാതെ ഇരുന്ന് ജോലി ചെയ്യുകയാണ്. നമ്മൾ എന്തെങ്കിലും കൂലി കൊടുക്കുന്നുണ്ടോ? ഒന്നുമില്ല. പക്ഷെ അവർ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? ശരീരത്തിന് വേണ്ട പോഷണം, ശരീരത്തിന് വേണ്ട രക്തം, അല്ലേ, ഊർജം എല്ലാം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ നാഡികളിലൂടെ എത്തുകയാണ്. ആ നാഡികളിലെല്ലാം വ്യാപിച്ചിരിക്കുന്നത് പരമാത്മാവാണ്, അല്ലയോ ഗാർഗ്യ. അത് നീ അറിഞ്ഞാൽ നിന്റെ ഈ ഗർവമില്ലാണ്ട്. എന്തിന് അഹങ്കരിക്കാനാണ്?
എന്ന് ചോദിക്കുകയായിരുന്നു 19ാമത്തെ മന്ത്രം. അപ്പോൾ ഗാർഗ്യന് തൻ്റെ തെറ്റു മനസ്സിലായി. ഗർവിക്കുവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ എനിക്ക് അഹങ്കരിക്കാൻ സാധിക്കും, അല്ലേ? സ്വന്തമായിട്ട് നമുക്കൊന്നുമില്ല എന്ന് ഈ സുഷുപ്തി എന്ന ഉദാഹരണത്തിലൂടെ അജാതശത്രു ഗാർഗ്യന് പറഞ്ഞു കൊടുത്തപ്പോൾ ഗാർഗ്യന് മനസ്സിലായി തൻ്റെ തെറ്റിനെ. അങ്ങനെ ഗാർഗ്യൻ തൻ്റെ അഹങ്കാരത്തിനെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്, അതും നമ്മൾ കണ്ടിരുന്നു. ഒരാൾ മഹാരാജാവ് ഉറങ്ങിയാലും അയാൾ രാജാവായിട്ടല്ല ഉറങ്ങുന്നത്. ചിലപ്പോൾ രാജാവിൻ്റെ കുപ്പായവും രാജാവിൻ്റെ പള്ളിയറയിലൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത്, പക്ഷെ അയാൾ ഉറങ്ങുന്ന സമയത്ത് രാജാവല്ല, അല്ലേ? മഹാരാജോവ മഹാബ്രാഹ്മണോവ ഒക്കെ നമ്മൾ ഉദാഹരണങ്ങൾ കണ്ടിരുന്നു. കുമാരോവ വൃദ്ധോവ ആരാണെങ്കിലും അവരാരും ഉറങ്ങുന്ന സമയത്ത് ആ ഐഡൻറ്റിറ്റി അല്ല, ആരാണ്? സുബിതിയാകുന്നു. അതുകൊണ്ടാണ് ആനന്ദിക്കാൻ സാധിക്കുന്നത്. ഗാർഗ്യ, നീ നിൻ്റെ അഹങ്കാരത്തെ, അജ്ഞാനത്തെ, മായയെ നീ നീക്കിയാൽ നിനക്ക് ഈ ആനന്ദം ഉണർന്നിരിക്കുമ്പോഴും കിട്ടും. അതാണ് മഹാത്മാക്കൾ അനുഭവിക്കുന്നത്, ജീവൻ മുക്തർ അനുഭവിക്കുന്നത്. നിനക്കും അത് കിട്ടും. നീ ഈ അജ്ഞാനത്തെ മാറ്റൂ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. മന്ത്രം 20 പറഞ്ഞതെല്ലാം കൂടെ ഒന്നുകൂടെ എന്താ പറയുക, സമ്മറൈസ് ചെയ്ത് ഒന്നും കൂടെ അതിനെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയായിരുന്നു 20ാമത്തെ മന്ത്രത്തിൽ അജാതശത്രു ഗാർഗ്യൻ്റെ അടുത്ത് ചെയ്യുന്നത്. എവിടെയാണോ നമ്മൾ പോയത് അവിടെ നിന്നാണ് തിരിച്ചു വരുന്നത്. സുഷുപ്തിയിൽ പരമാത്മാവുമായി ഏകീഭവിക്കുന്നു എല്ലാ ജീവാത്മാക്കളും. അവരെ ശാസ്ത്രം വിളിക്കുന്ന പേരാണ് സ്വപിതി എന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഉറങ്ങിയതിന് ശേഷം ഉണരുമ്പോൾ തിരിച്ചു വരുന്നത്. ഉണരുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇവയെല്ലാം ഉണരും. അപ്പോൾ എൻ്റെ അഹം ബുദ്ധിയും ഉണരും. അപ്പോൾ എന്താണ്? ആ ആനന്ദം അവിടെ നശിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഉണരുമ്പോൾ ജാഗ്രതയിൽ സുഖം അനുഭവിക്കാൻ സാധിക്കാത്തത്. കാരണം നമ്മൾ അറ്റാച്ച്ഡ് ആണ് എല്ലാ ഇന്ദ്രിയങ്ങളുമായിട്ട്, മനസ്സുമായിട്ടൊക്കെ. അപ്പം മനസ്സും ഇന്ദ്രിയവും അവരുടെ സ്വഭാവം കാണിച്ചുകൊണ്ടേയിരിക്കും. കുറച്ച് സമയം സുഖം തരും, കുറച്ച് സമയം ദുഃഖം തരും, വീണ്ടും സുഖം, വീണ്ടും ദുഃഖം, ഇങ്ങനെ ചാക്രികമായി അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നിനക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നീ അഹങ്കാരത്തെ, അജ്ഞാനത്തെ നീക്കൂ എന്ന് പറഞ്ഞു. ഉദാഹരണം പറഞ്ഞു. എന്താണ്? യഥോർണനാഭി അഗ്നേശുദ്ര വിസ്ഫുലിംഗ ഇത്യാദി ഇത്യാദി ഉദാഹരണങ്ങൾ പറഞ്ഞതിന് ശേഷം, അല്ലയോ ഗാർഗ്യ, എനിക്ക് ഇത്ര മാത്രമേ നിന്നോട് പറയാനുള്ളൂ. ഇതാണ് രഹസ്യമായ ഉപദേശം, അല്ലേ? അതായത് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നിനക്ക് എല്ലായ്പ്പോഴും സുഖം, ആനന്ദം അനുഭവിക്കണമെങ്കിൽ നീ നിൻ്റെ അജ്ഞാനത്തെ, അഹങ്കാരം കൊണ്ടുണ്ടായ അജ്ഞാനത്തെ നീക്കിയാൽ മതി. നിനക്ക് സുഖം അനുഭവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു അവസാനിപ്പിക്കുന്നു. സത്യസ്യ സത്യം പ്രാണാവൈ സത്യം തേഷാമേഷ സത്യം എന്ന് പറഞ്ഞു. ഇതാണ് സത്യമായ സത്യം. ഇതിലപ്പുറത്തൊരു സത്യം എനിക്ക് പറയുവാനില്ല. നിനക്ക് ഈ സത്യത്തെ വേണമെങ്കിൽ നീ പരിശ്രമിച്ച് വിവേക വൈരാഗ്യാദികളിലൂടെ, അധികാരത്വത്തിലൂടെ നിൻ്റെ അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കി ഈ രഹസ്യമായ ബ്രഹ്മവിദ്യയെ നീ നേടിയെടുക്കൂ ഗാർഗ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇതി ദ്വിതീയോധ്യായഃ ബ്രഹ്മവിദ്യാ പ്രകരണം പ്രഥമ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം സമാപ്തം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. എല്ലാവരും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ബാക്കി നമുക്ക് നാളെ കാണാം. നാളെ ക്ലാസ് ഉണ്ട്, എല്ലാവരും വരണം. കാരണം ഇത്രയും ദിവസം നമുക്ക് അവധിയായിരുന്നു. അപ്പോൾ ഇത് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളിനി അലസതയോടുകൂടി ഇരുന്നിട്ട് കാര്യമില്ല. ഉത്തിഷ്ഠത, ജാഗ്രത, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നാളെ എല്ലാവരും പങ്കെടുക്കുക. നമുക്ക് നാളെ ദ്വിതീയോധ്യായം, ദ്വിതീയ ബ്രാഹ്മണം, ശിശു ബ്രാഹ്മണം, മൂർത്താമൂർത്ത ബ്രാഹ്മണം, അത് എളുപ്പമാണ്.
അല്ലേ? ആ പശുക്കുട്ടിയുടെ ഉദാഹരണം നമുക്കറിയാം. പിന്നെ മൂർത്തവും അമൂർത്തവും മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു തരുന്ന ഉദാഹരണം. അത് കഴിഞ്ഞ് നമുക്ക് മൈത്രേയി ബ്രാഹ്മണത്തിലേക്ക് കടക്കാം. അതും പറഞ്ഞതിന് ശേഷം നമ്മൾക്ക് അടുത്ത ബ്രാഹ്മണം, അല്ലേ, 5ാമത്തെ ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, മൈത്രേയി ബ്രാഹ്മണം വരെ പഠിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായി അറിയിക്കുക. നമുക്ക് നാളെ അത് ചർച്ച ചെയ്യാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.